മിശിഹായിലെ പ്രിയമുള്ളവരെ, ഇന്ന് പഴയ നിയമ വായന പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നായിരുന്നു. മോശ 2 കൽപ്പനകളുമായിട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് കയറുകയാണ്. ആദ്യത്തെ 2 കൽപ്പനകൾ, അതായത് ആദ്യം ദൈവം ഈ 2 കൽപ്പനകളിൽ 10 കൽപ്പനകൾ കൊടുത്തതാണ്. അതുമായിട്ട് മോശ മലയിറങ്ങി വരുമ്പോൾ കണ്ട കാഴ്ച എന്താണ്? ജനം കാളക്കുട്ടി ആരാധിക്കുകയാണ്. അവർ പറയുകയാണ്, ഇതാ ഈ കാളക്കുട്ടി, ഇവനാണ് നമ്മളെ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ചത്, നമുക്ക് ഇവനെ ആരാധിക്കാം. എന്ത് വിഷമം ഉണ്ടായെന്നറിയാമോ മോശയ്ക്ക്? അവൻ അലറി കരയുകയാണ്. എന്താണ്? കൺമുമ്പിൽ ജനം കണ്ടതാണ് ഈ ദൈവത്തിന്റെ ഓരോ ഇടപെടലുകളും. ചെങ്കടൽ കടത്തിയത് അവരുടെ ജീവിതത്തിൽ അവർക്ക് വിശന്നപ്പോൾ മന്ന നൽകിയതെല്ലാം ഈ ജനം കണ്ടിട്ട് അവർ പറയുകയാണ്, ഇതാ നമ്മുടെ ദൈവം. ചങ്ക് പൊളിഞ്ഞ് മോശ ആ വിഷമത്തിൽ മോശ കൽപ്പനകളെ ദൂരെ എറിയുകയാണ്. എന്നിട്ട് ഈ ജനത്തിന് വേണ്ടിയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം മോശ, ദൈവമേ ഈ ജനത്തെ നശിപ്പിക്കരുതേ. അറിവില്ലായ്മ മൂലമാണ് അവരെ പ്രകാരം ചെയ്തത് എന്ന് മോശ പറഞ്ഞ് അവർ നിലവിളിക്കുക. അപ്പോൾ എന്താ സംഭവിച്ചത്? ആ കൽപ്പനകളുടെ കാര്യം തീർന്നു, നശിച്ചുപോയി. ഏതാണ് ദൈവം പിന്നെ മോശയോട് പറയുന്നത്, നീ വീണ്ടും 2 കൽപ്പനകൾ കൊണ്ടുപോകാം, കൽപ്പനകൾ കൊണ്ടുപോകാം. അതല്ല ഇന്നത്തെ പുറപ്പാടിന്റെ പുസ്തകത്തിലെ ദൈവത്തിന്റെ സ്വഭാവം കണ്ടില്ലേ? അവിടുന്ന് പറയുന്നത്, ഞാൻ കാരുണ്യവാനാണ്, ഞാൻ ഉദാരനാണ്, ഞാൻ സ്നേഹിക്കുന്നവനാണ്, ഞാൻ കോപിക്കുന്നതിൽ വിമുഖനാണെന്നൊക്കെ അവിടുന്ന് പറയുന്നത്. മോശയോട് പറയുകയാണെങ്കിൽ പിന്നെ 2 കൽപ്പനകൾ കൊണ്ടുപോകും. ആ 2 കൽപ്പനകളുമായിട്ട് മോശ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുന്ന കോണ്ടെക്സ്റ്റാണ് നമ്മൾ വായിച്ചത്. അവിടെ ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തുകയാണ്. ഞാൻ ആരാണ് എന്ന് ദൈവം വെളിപ്പെടുത്തുകയാണ്. ആ വെളിപ്പെടുത്തിയതിനു ശേഷം മോശ പറയുന്ന കാര്യമുണ്ട്. എന്താണ്? ദൈവമേ അങ്ങ് ഞങ്ങളുടെ കൂടെ വരണമേ. പഴയ ട്രാൻസ്ലേഷനാണ് വരണമേ എന്നുള്ളത്. പുതിയ ട്രാൻസ്ലേഷനിൽ ദൈവമേ അങ്ങ് ഞങ്ങളോട് കൂടെ വസിക്കണമേ എന്നാണ്. മോശ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞങ്ങൾ വഴിതെറ്റി പോകണം, ഞങ്ങൾ മനുഷ്യരുടെ സ്വാഭാവികതയാണ്, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ കൂടെ വസിക്കണം. മോശ പ്രാർത്ഥിക്കുക. ദൈവം മനുഷ്യനെ എപ്പോഴും ഇങ്ങനെയാണ്, വാത്സല്യത്തോടും സ്നേഹത്തോടും കരുണയോടും കൂടിയാണ് അവരെ സമീപിക്കുക. കാരണം മനുഷ്യന്റെ ഉള്ളിൽ എന്താണെന്നുള്ള ദൈവത്തിന് അറിയാം. പക്ഷെ പെട്ടെന്ന് മനുഷ്യൻ ഈ പാപത്തിന് അടിപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കുന്ന ദൈവം കരുണയോടുകൂടി ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കാനായിട്ട് തയ്യാറാവുകയാണ്. പഴയ നിയമത്തിലെ ഒട്ടനവധി പ്രതീകങ്ങളിലൂടെ ഈ സാക്ഷാത് ദൈവം മനുഷ്യന്റെ കൂടെ ജീവിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാണ്? പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് മേഘമായിട്ട്, അഗ്നിസ്തംഭമായിട്ട്, സമാഗമ കൂടാരമായിട്ട്, പിന്നെന്താണ് വാഗ്ദാന പേടകമായിട്ട് ഈ ദൈവം മനുഷ്യന്റെ കൂടെ വസിക്കുന്നു. 1-2 ഉദാഹരണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറയാൻ വേണ്ടിയിട്ട് പഴയ നിയമത്തിൽ നിന്ന് തന്നെ ഞാൻ വായിക്കാം. ഞാൻ പുറപ്പാട് പുസ്തകം 40-34-38 വരെയുള്ള വാക്യങ്ങളിൽ ഈ എങ്ങനെയാണ് ദൈവം പഴയ നിയമ ജനതയുടെ ഇടയിൽ സന്നിഹിതനായിരുന്നത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം മോശയുടെ പ്രാർത്ഥനയായിരുന്നു, ദൈവമേ ഞങ്ങളെ വിട്ടു പോകല്ലേ, അത് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ് ദൈവം അപ്രകാരം വസിച്ചത്. പുറപ്പാട് 40-34. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞിരുന്നു. മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. നോക്കണം, മേഘം കണ്ടോ, സമാഗമ കൂടാരം, ഇതിലൂടെ ഒക്കെ ദൈവത്തിന്റെ ഇടപെടലാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. മേഘം കൂടാരത്തിന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. മേഘം ഉയർന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കർത്താവിന്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു. രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മേഘമായിട്ട് അഗ്നിയായിട്ട് സമാഗമ കൂടാരമായിട്ട് ദൈവം അവരുടെ ഇടയിൽ ഉണ്ടായി. പിന്നീട്
വാഗ്ദാന പേടകമായിട്ട് അവിടുന്ന് അവരുടെ ഇടയിൽ പ്രവർത്തിക്കും. കാരണം ഈ ഉടമ്പടിയുടെ കൽപ്പനകൾ മോശ സൂക്ഷിച്ചത് ഒരു പേടകം ഉണ്ടാക്കി അതിനാണ്. അപ്പൊ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം അത് നമ്മൾ കാണുന്ന 2 സാമുവേൽ 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. ദാവീദ് വീണ്ടും ഇസ്രായേലിലെ സമർത്ഥരായ 30,000 യോദ്ധാക്കളെ ഒരുമിച്ച് കൂടി. അവൻ അവരോടൊപ്പമുള്ള സകല ജനത്തോടുകൂടി കെരൂബുകൾക്കിടയിൽ സിംഹാസനത്തിലായിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമം ധരിക്കുന്ന ദൈവത്തിന്റെ പേടകം ഇതിൽ നിന്ന് കൊണ്ടുവരുന്നതിന് പുറപ്പെട്ടു. അവർ ദൈവത്തിന്റെ പേടകം ഒരു പുതിയ കാളവണ്ടിയിൽ കയറ്റി മലയിലുള്ള അബിദാവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബിദാവിന്റെ പുത്രന്മാരായ സാഹും അഹിയോയുമാണ് ദൈവത്തിന്റെ പേടകങ്ങൾക്ക് വണ്ടി തെളിച്ചിരുന്നത്. അഹിയോ പേടകത്തിന് മുമ്പേ നടന്നു. ദാവീദും ഇസ്രായേൽ ജനവും സന്തോഷത്തോടും സർവശക്തിയോടും കൂടി കിന്നരം, വീണ, ചെണ്ട, മുദംഗം, കൈത്താളം എന്നിവ ഉപയോഗിച്ച് കർത്താവിന് മുമ്പിൽ പാട്ടുപാടി നൃത്തം ചെയ്തു. കാരണം എന്നും ദൈവത്തിന്റെ ഈ സാന്നിധ്യം ഇസ്രായേൽ ജനത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. പേടകമായിട്ടും ഉടമ്പടി ദീപമായിട്ടും ദീപസമമായിട്ടും മേഘമായിട്ടും. പക്ഷെ ദൈവത്തിന് അതിൽ തൃപ്തി വന്നില്ല. ദൈവം പറയുന്നത് എന്താണ്? ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വസിക്കും. അതാണ് നമ്മൾ കാണുന്നത്. എന്താണ്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളില് യേശുവിന്റെ ജനനത്തിന് 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ പ്രവചന രൂപേണ പറയുകയാണ് ക്രിസ്മസിനെ പറ്റി. നോക്കിയേക്കാം. കർത്താവ് വീണ്ടും ആഹാസിനോട് അരുളിച്ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെടുക. അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. ആഹാസ് പ്രതികരിച്ചു, ഞാനത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയില്ല. അപ്പോൾ യെശയ്യാ പറഞ്ഞു, ദാവീദിന്റെ ഭവനമേ ശ്രദ്ധിക്കുക. മനുഷ്യനെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എന്റെ ദൈവത്തിന്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. തിന്മ ത്യജിക്കുവാനും നന്മ നവീകരിക്കുവാനും പ്രായമാകുമ്പോൾ തൈരും തേനും ഭക്ഷിക്കും. ആ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ പുതിയ നിയമ ഗ്രന്ഥകാരനായ മത്തായി എന്ന് എഴുതിയിരിക്കുന്നു. ശ്രദ്ധിച്ച് ആ വചനത്തെ ധ്യാനിച്ചുകൊണ്ട്, എന്തെന്നാൽ അവൻ അവരെ പാപങ്ങളിൽ മോചിപ്പിക്കും. അവന്റെ സ്വഭാവത്തെ പറ്റി പറയാം. കന്യക യുവതി ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ നടത്തുമ്പോൾ എമ്മാനുവേൽ എന്നാണ് വിളിക്കപ്പെടുന്നത് എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത്. അപ്പോ ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയപ്പെടുന്ന അരുളപ്പാട് യേശുവിനെ പറ്റിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ യേശുവിന്റെ പ്രത്യേകത പറയുന്നത് എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. എന്താണ് എമ്മാനുവേൽ എന്നതിന്റെ അർത്ഥം? എന്താണ് അർത്ഥം? ദൈവം നമ്മളോട്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? പ്രിയമുള്ളവർ, ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അതായത് പ്രതീകങ്ങളിലൂടെയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമാഗമോ കൂടാരമോ മറ്റ് എന്താണ് പുകയോ മേഘമോ അഗ്നിസർവമായിട്ടല്ല ഇത് ദൈവം നമ്മളോട് വസിക്കുന്നത്. എങ്ങനെയാണ് വസിക്കുന്നത്? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഭ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യത്തിലാണ് ദൈവം നമ്മളോട് കൂടെ വസിക്കുന്നത്. 4 രീതിയിലാണ് കൃത്യമായിട്ട് സഭ പഠിപ്പിക്കുന്നത്. ഇന്ന് എങ്ങനെയാണ് ഈ ദൈവകുമാരൻ, ഈ പറയുന്ന എമ്മാനുവേൽ ആയ ദൈവം നമ്മളോട് വസിക്കുന്നത്? 1 വിശുദ്ധ കുർബാന. അതായത് സുവിശേഷം 26-ാം അധ്യായം 26-ാം വാക്യത്തിലെ ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എടുത്ത് ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. കറക്റ്റായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹോദരൻ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് തിരുവചനം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം എന്താണ്? വചനമാംസമായി നമ്മുടെ ഇടയിൽ കൂടാൻ പഠിച്ചു, അവന്റെ മഹത്വം ഞങ്ങൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൽ നിന്നുള്ള ഏകജാതന്റേതുമായ മഹത്വം. വചനമാംസമായി. ഇതാണ് ഈശോ. വചനമാംസമായതാണ് ഈശോ. ഇന്ന് നമ്മുടെ കൂടെ ആരുണ്ട്? ഈ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈശോയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. മനസ്സിലാക്കുക.
മൂന്നാമതായിട്ട് സഭ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം തിരുസഭയാണ്. ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, എന്തെന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാൻ. പള്ളി പോട്ട കാര്യമുണ്ടോ, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച പോരെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത് വലിയ കാര്യം തന്നെയാണ്. സഭ എന്നുള്ള സംഭവം പ്രിയമുള്ളവർ ഈശോയുടെ സാന്നിധ്യമാണ്, ഈശോയുടെ ശരീരമാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇവിടെ ഈശോ ഉണ്ട്. നാലാമതായിട്ട് ഈശോയുടെ സാന്നിധ്യം നമ്മൾ കാണുന്നത് കഷ്ടപ്പെടുന്നവരിലാണ്. ആരിലാണ്? കഷ്ടപ്പെടുന്നവരിലാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31-56 മുതൽ വളരെ കൃത്യമായിട്ട് ഈശോ പറയുന്നുണ്ട്, ഈ ചെറിയൊരു ഒരുവനെ നീ അത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന് പറയുകയും അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു വചനം അതാണ്, ഞാൻ വിശക്കുന്നവനായിരുന്നു നീ എനിക്ക് ഭക്ഷണം തന്നു, ഞാൻ ദാഹിക്കുന്നവനായി നീ എനിക്ക് കുടിക്കുക. അപ്പൊ ചോദിക്കുകയാണ്, നീതിമാന്മാർ ചോദിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങളതൊക്കെ നിങ്ങൾക്ക് തന്നത്? ഈശോയെ, ഞങ്ങൾ നിന്നെ കണ്ടതായിട്ട് ഓർക്കുന്നില്ലല്ലോ. ഈ ചെറിയൊരു നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ നമ്മളുടെ ഈ അവസ്ഥയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈശോ നമ്മൾക്ക് എങ്ങനെയാണ് പ്രാപ്യനാകുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ഈശോ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. കൃപാസനത്തിൽ പോകുന്ന ആളുകളെ കണ്ട് നമ്മൾ വിഷമിക്കണ്ട. അതെ, കൃപാസനത്തിൽ ആളുകൾ പോകുന്ന എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ, വിഷമിക്കണ്ട. പല ധ്യാനങ്ങളിൽ പോകുന്ന അണക്കര അട്ടപ്പാടിയിലൊക്കെ പോകുന്ന ആൾക്കാരെ കണ്ട് നമ്മൾ വിഷമിക്കണം, എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ. വേണ്ട, ഈശോ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എമ്മാനുവേൽ, ദൈവം നമ്മളോടുകൂടെ. ലോകാവസാനം വരെ അവിടെ നമ്മളോട് കൂടെ ഉണ്ടായി. അത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഞാൻ ലോകാവസാനം വരെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഈ ഈശോയെ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്ന് പാട്ട് പാടി കഴിഞ്ഞപ്പോൾ എന്താണ് പാടിയത്? ഈ വചനത്തെ പറ്റി പറയുമ്പോൾ വചനത്തെ പറ്റിയാണ് പറഞ്ഞതല്ലേ? കണ്ണീര് വായിക്കുന്ന വചനം അല്ലേ? കണ്ടോ, മനുഷ്യന്റെ വിഷമതകളിൽ അവനോടൊപ്പമായിരിക്കുന്ന ഈശോയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ജീവനുള്ള ലൈവായിട്ടുള്ള ഈശോയാണ് നമ്മുടെ ഈശോ, അല്ലെങ്കിൽ നമ്മുടെ ദൈവം എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ഈ സങ്കേതങ്ങൾ ഉണ്ട്. നമുക്ക് ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ യേശുവിനെ അനുഭവിച്ച് നമ്മളോട് കൂടെ ആയിരിക്കുന്ന ആ ദൈവത്തെ ലൈവായി അനുഭവിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ. അത് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഈ ലോകത്ത് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ വരാനിരിക്കുന്ന ലോകത്തോ നമുക്ക് കഴിയുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ സഭ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ വിശ്വാസത്തോടുകൂടെ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ അനുഭവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. ഒരു വർഷം കണ്ണുകൾ വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ക്രിസ്മസിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ വർഷത്തിലൊരിക്കലും വരുന്ന ഒരു കാര്യമല്ല ക്രിസ്മസ്. ഞങ്ങൾ മനസ്സിലാക്കണം, അത് ഈശോയെ ഓൾറെഡി നീ ഇവിടെ ഉണ്ട്, നീ തന്നെ വെളിപ്പെടുത്തിയതാണ് ക്രിസ്മസ്. ആ ക്രിസ്മസ് ഞങ്ങൾ ഓരോ ദിവസവും അനുഭവിക്കേണ്ടവരാണ്. അനുദിനം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങുണ്ട് എന്നുള്ള സത്യം മനസ്സിലായിക്കൊണ്ട് അങ്ങയെ അനുഭവിച്ച് ജീവിതത്തിൽ ഉണർവുള്ളവരാകാൻ, ഉന്മേഷമുള്ളവരാകാൻ, സമാധാനമുള്ളവരാകാൻ, ടെൻഷൻ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ള ആ സാന്നിധ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകട്ടെ. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും കർത്താവെ, ഞാൻ